بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. പിശാചിന്റെ കുതന്ത്രങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചത്. ഒരു സത്യവിശ്വാസിയുടെ ആജന്മ വൈരിയാണ് പിശാച് അഥവാ ശൈത്വാൻ എന്നുള്ളത്. അടിക്കടി ഖുർആൻ അവന്റെ ശർറുകളിൽ നിന്നും കാവൽ തേടാനുള്ളതായ പ്രേരണകൾ നമുക്ക് നൽകുന്നുണ്ട്, പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഖുർആൻ പാരായണമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലും അവൻ കയറും എന്നതാണ് അവന്റെ തന്ത്രങ്ങളുടെ ഹിക്മത്തുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിശാചിനെ ഓടിക്കാനുള്ള ആയുധം ഖുർആൻ പാരായണമാണ്. എന്നാൽ ഈ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് പണിയാൻ അവന് കഴിയും. അത്രയും സൂത്രശാലിയാണ്, വിരുദ്ധനാണ് പിശാച് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ഉദ്ധരണിയുണ്ട്, റബ്ബ് നമ്മോട് ഏൽപ്പിക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹലിന്റെ 98-ാമത്തെ ആയത്ത്, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതാണെങ്കിൽ അതിനു മുമ്പ് അഊദു ഓതണം എന്നാ പറഞ്ഞത്. ശപിക്കപ്പെട്ട പിശാച് വന്ന് കയറാതിരിക്കാൻ വേണ്ടി ഈ അഊദു ഓതല് ഏതുപോലെയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓതുന്നതിന്റെ മുമ്പ്, ബിസ്മി ചൊല്ലി തുടങ്ങുന്നതിന് മുമ്പ് ഖുർആൻ പാരായണത്തിൽ അഊദു ഓതുന്നത് ഒരു മനുഷ്യൻ നിസ്കാരത്തിന് മുമ്പ് ഉളു എടുക്കുന്ന പോലെയാ. നിസ്കാരത്തിന്റെ കൂടെ, നിസ്കാരത്തിന്റെ അകത്തല്ല ഉളു, പുറത്താ. എന്ന നിസ്കാരത്തിന് നിർബന്ധമാണ്. എന്ന പോലെ ഖുർആൻ ഓതുന്ന ആൾക്ക് അഊദു എന്നത് നിസ്കാരത്തിന്റെ ഉളു പോലെ എന്ന ഒരു ആഹ്വാനമാണ് ഈ ആയത്തിലൂടെ. പിശാചിൽ നിന്നും കാവൽ തേടി ഖുർആൻ പാരായണത്തിന് മുമ്പ് നിങ്ങൾ അഊദു ഓതണം എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്. ജിന്നുകളുടെ പിതാവാണ് ഇബ്ലീസ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രമുഖരായ രണ്ട് വിഭാഗമാണ്, ഒന്ന് മനുഷ്യര്, മറ്റൊന്ന് ജിന്നുകൾ. മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ജിന്നുകളുടെ പിതാവ് ഇബ്ലീസ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറവി മുതൽക്ക് ഇപ്പുറത്തേക്കാണ് ഇബ്ലീസിന്റെ വഴിപിഴക്കൽ കണ്ടിട്ടുള്ളത്. ഇബ്ലീസിന് 1,00,000-ൽ പരം വയസ്സ് പ്രായം ഉണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ചരിത്രം നോക്കിയാൽ ഏകദേശം ഒരു 10,000 കൊല്ലം, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവൻ വഴിപിഴച്ചിരിക്കുന്നത് ഈ ഏറ്റവും അവസാനത്തെ ഈ 10,000 കൊല്ലങ്ങളിലായിരിക്കാം. ഏകദേശം ഒരു കണക്കാണിത്. അപ്പോൾ അവന്റെ മുൻകാല ജീവിതം വലിയ സ്വാലിഹ് എന്ന നിലയിലായിരിക്കും. 80,000 കൊല്ലം തുടർച്ചയായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതും മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറവി മുതൽക്ക് ഇപ്പുറത്തേക്കുള്ള ഒരു 10,000 കൊല്ലത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാലം, അതും കൂടി ചേർത്താൽ 90,000 കൊല്ലം ഈ കക്ഷി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ആദ്യത്തെ ഈ അവസാനം പറയപ്പെട്ട 10,000 കൊല്ലത്തിന് മുമ്പുള്ള കാലമൊക്കെ അവൻ സ്വാലിഹ് എന്ന നിലയിലാണ് അങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഇബ്ലീസ് വഴി പിഴച്ചത് മുതൽക്ക് ആ മാർഗത്തെ അവലംബിക്കുന്ന ഇബ്ലീസിന്റെ മക്കൾക്കാണ് ശൈത്വാൻ എന്ന് പറയുന്നത്. ഇബ്ലീസ് വഴി പിഴയ്ക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വലാഹിയത്തിന്റെ അവസ്ഥയെ, നല്ല അവസ്ഥയെ പിന്തുടരുന്ന മക്കൾക്കാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ജിന്നും ശൈത്താനും ഒന്നു തന്നെയാണ്. ജിന്ന് വർഗത്തിലെ സ്വാലിഹീങ്ങൾക്ക് ജിന്നെന്നും പറയും, നിഷേധികൾക്ക് ശൈത്വാൻ എന്നും പറയും. അവരുടെ അടിസ്ഥാനമായ, അവരുടെ പിതൃത്വമായ ഇബ്ലീസ് ഈ ചീത്തവർഗത്തിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു അവരുടെ ശല്യങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു പടച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മെ പോലെ തന്നെ 5 വഖത്ത് നിസ്കാരം അവർക്കുണ്ട്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ റസൂൽ പദവി, ഹബീബായ നബി തങ്ങളുടെ റസൂൽ പദവി, നബി പദവി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്കും കൂടിയിട്ടുള്ളതാ, മനുഷ്യർക്ക് മാത്രമല്ല. ജിന്നുകളെയും മനുഷ്യരെയും നാം പടച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവര് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് ജിന്നുകളിൽ, നല്ല ജിന്നുകളുണ്ട്, നല്ല ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഭൂമി നിറയെ ഉണ്ടവര്. അവരുടെ കഴിവുകൾ ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തോടുകൂടെ അല്ലെങ്കിൽ അവിടുത്തെ ജനനത്തോടുകൂടെ ആകാശങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ അവസാനിപ്പിച്ച ഒരു ഭൂമി തന്നെ അള്ളാഹു വെച്ചിരിക്കുക. എത്രയാ ഓരോ സെക്കൻഡിലും ഇങ്ങനെ പെരുക, അത്രത്തോളം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കാണ് അവര്. എന്നാൽ ഇബാദത്തുമായി ചില ഭാഗങ്ങളിൽ മാത്രം കൂടുന്നവരുണ്ട്. ശല്യം ചെയ്യുന്നവൻ എവിടെ ഉണ്ടാവും? അവന്റെ ശല്യം പല കോലത്തിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്ലീസിന്റെ വളരെ അപകടകരമായ അവസ്ഥകളെ കുറിച്ചൊക്കെ, ശൈത്താന്മാരെ കുറിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്താൽ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ദിവസം പറയാം. റബ്ബ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഏതായാലും അവനെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് അബൽ ജിന്ന് എന്നാണ്. അല്ലെങ്കിൽ അവന് മക്കളുണ്ട് എന്ന രീതിയിൽ അവന് പിതൃത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അഫതത്തഖിദൂനഹു വദർരിയതഹു ഔലിയാ മിൻ ദൂനി എന്നാണ്. എന്നെ കൂടാതെ അവനെയും അവന്റെ ആളുകളെയും നിങ്ങൾ കൂട്ടുപിടിക്കുന്നുവോ എന്നുള്ളതിന്റെ ചോദ്യം. അവന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ മക്കള്, മക്കളുടെ മക്കള് ഒക്കെ ആയിട്ട്, നേർക്ക് നേർ മക്കള്, അവരുടെ മക്കള്, മക്കളുടെ മക്കൾ, ഇങ്ങനെയായിട്ട് ഇബ്ലീസിന് സന്താന പരമ്പര തന്നെ ഉണ്ട് എന്നതാണ് മഹാന്മാർ പറയുന്നത്. അത്രത്തോളം ഇബ്ലീസിന്റെ വ്യാപകമായ ശർറുകൾ, എപ്പോ വേണമെങ്കിലും ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കേണ്ട ശർറുകൾ. അവൻ ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് മലക്കുകളുടെ കൂടെ തന്നെയായിരുന്നു. മലക്കുകൾ ചെയ്യുന്ന എല്ലാ അമലും ഇബ്ലീസ് ചെയ്യുമായിരുന്നു. മലക്കുകളെ പോലെ തന്നെ ഇബാദത്തിൽ വ്യാപൃതനായിരുന്നു. വളരെ വിശാലമായ ചർച്ചകളും മുഫസ്സിരീങ്ങളുടെ അഭിപ്രായങ്ങളും ഇബ്നു കസീറും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൽമിന്റെ കാര്യത്തിൽ മലക്കുകളുടെ അധ്യാപകനാണ്. അങ്ങനെ പല രീതിയിൽ ഇവൻ പ്രശസ്തനാണ്, ചില്ലറക്കാരനല്ല. ഇബ്ലീസ് എന്ന വാക്ക് അബലസ യുബ്ലിസു, ഇബ്ലാസ്, ഇബ്ലീസ്, ഈ രീതിയിലാണ് അതിന്റെ ക്രിയാധാതു കാണപ്പെടുന്നത്. നിരാശൻ എന്നാണ് ആ പേരിനർത്ഥം. പല പേരുകളും ഉണ്ടാവും ഒരാൾക്ക്, പക്ഷെ ചിലര് ചില പേരിലാ പ്രശസ്തരാവാം. നമ്മുടെ നാട്ടിലും ഉണ്ടാവൂല അങ്ങനെ. വാപ്പായും ഉമ്മായിട്ട പേരൊന്ന്, സ്കൂളിലെ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേര്, പിന്നെ ആധാർ കാർഡിൽ വേറൊരു പേര്, എന്നാൽ നാട്ടുകാർ വിളിക്കണ വേറൊരു പേരായിരിക്കും. അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ഓമനപ്പേര് ഇങ്ങനെ വരും. ഇബ്ലീസിന് കുറെ പേരുകളുണ്ട്. അതിൽ ഇബ്ലീസ് എന്ന പേരിൽ അവൻ പ്രശസ്തനായത് കുറച്ചു നാളായിട്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പേര് ഇബ്ലീസ് എന്നാണ്. ഇബ്ലീസ് എന്ന പേരാ. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം സാവി രേഖപ്പെടുത്തുന്നതായി കാണാം. പരിശുദ്ധമായ കഅബക്ക് തവാഫ് ചെയ്തത് 14,000 കൊല്ലം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരുന്നു 80,000 കൊല്ലം. മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു 40,000 കൊല്ലം. അതുപോലെ തന്നെ മഹാന്മാരായ മലക്കുകളുടെ കൂട്ടത്തിലെ പ്രത്യേക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോലും ഒരു ജിന്നിന്റെ വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനെ അള്ളാഹു ഏൽപ്പിച്ചിരുന്നു. മലക്കുകളുടെ നേതൃത്വത്തിൽ 80,000 കൊല്ലം ഉണ്ടായിരുന്നു. മലക്കുകൾക്ക് വഅദ് പറയാൻ 20,000 കൊല്ലം. കെറൂബീയങ്ങളുടെ കൂടെ 30,000 കൊല്ലം. അതുപോലെ തന്നെ റൂഹാനികളുടെ കൂടെ, ജിന്ന് വർഗത്തിൽപ്പെട്ട റൂഹാനികളുടെ കൂടെ 10,000 കൊല്ലം. അർശിന്റെ ചുറ്റും അവൻ ചുറ്റി നടന്നത് 14,000 കൊല്ലം. ഒന്നാം ആകാശത്ത് ചെന്നിട്ട് ഇബ്ലീസ് എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒന്നാം ആകാശത്തുള്ള മലക്കുകളോട് മറ്റുമൊക്കെ ഇബ്ലീസിനെ കുറിച്ച് അറിയണമെങ്കിൽ അവിടെ മൂപ്പര് അറിയപ്പെടുന്ന പേര് അൽ ആബിദ് എന്നാണ്. ആബിദ്, ഇബാദത്ത് ചെയ്ത ആ വ്യക്തി എന്നാണ് അതിനർത്ഥം. ആബിദ് എന്നാണ് ഒന്നാം ആകാശത്തിൽ ഇവൻ അറിയപ്പെടുന്ന പേര്. വഫിസാനിയത്ത്, രണ്ടാം ആകാശത്ത് സാഹിദ് എന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് നടന്ന മഹാൻ എന്നാണ് രണ്ടാം ആകാശത്തിൽ ഇയാളെ അറിയപ്പെടുന്ന പേര്. മൂന്നാം ആകാശത്തിൽ അറിയപ്പെടുന്നത് അൽ ആരിഫ് എന്നാണ്. പടച്ച തമ്പുരാനെ അറിയേണ്ട വിധം അറിഞ്ഞ വലിയ ജ്ഞാനി എന്നാണ് അതിനർത്ഥം. നാലാം ആകാശത്ത് ഇബ്ലീസിനെ അറിയപ്പെടുന്നത് അൽ വലിയ്, അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളെന്ന് അറിയപ്പെടാം. അഞ്ചാം ആകാശത്തിൽ ഇബ്ലീസിനെ അറിയപ്പെടുന്നത് തഖി, മുത്തഖിയായ ആളെന്നറിയാം.
മുത്തഖി എന്ന് വിളിക്കാം. 6-ാം ആകാശത്തിൽ ഇബ്ലീസിന് അറിയപ്പെടുന്ന അൽ ഖാസിൻ, കാവൽക്കാരൻ, സ്വർഗത്തിന്റെ കാവൽക്കാരനല്ലേ, അങ്ങനെ അറിയാം. 7-ാം ആകാശത്തിൽ ഇബ്ലീസിന് അറിയപ്പെടുന്നത് അസാസീൽ എന്നാണ്. ഇബ്ലീസിന് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പേര് ഇബ്ലീസ് എന്നാണ്. ഇബ്ലീസിന്റെ പ്രത്യേകത, അവന് എത്ര വിവരം ഉണ്ടെങ്കിലും, എത്ര ശക്തി ഉണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അവൻ വിഡ്ഢിയാണ്. അള്ളാഹു ആ ഒരു കാര്യത്തിൽ നമ്മയും വിഡ്ഢികളാക്കാതിരിക്കട്ടെ. എന്താണ് ആ ഒരു കാര്യം? എങ്ങനെയാണ് ആഖിബത്ത് അവസാനിക്കുക എന്നതിനെ കുറിച്ച് യാതൊരുവിധ ആലോചനയും ഇബ്ലീസിന് ഇല്ല. എങ്ങനെയാണ് തന്റെ ആഖിബത്ത് അവസാനിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇബ്ലീസിന് യാതൊരുവിധ ആലോചനയും ഇല്ല. തന്റെ ആഖിബത്തിനെ കുറിച്ച് അയാൾ അശ്രദ്ധനാണ്. ഒരു സംഭവം പറയാം. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇബ്ലീസ് വരുന്നു. എന്നിട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറയുന്നുണ്ട്, അൻതല്ലദി ഇസ്തഫാകല്ലാഹു ബിരിസാലതിഹി വകല്ലമക തക്ലീമാ. അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. അള്ളാഹു റിസാലത്ത് പദവി കൊണ്ട് തെരഞ്ഞെടുത്ത മഹാനായ പ്രവാചകനല്ലേ അങ്ങ്. മൂസാ നബിയുടെ മുന്നിൽ ഇബ്ലീസ് പറയാണ്, അള്ളാഹു അങ്ങയോട് സംസാരിച്ചതല്ല നബിയേ. ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. അറത്തു അൻ അതൂബ ഇലാ റബ്ബിക. മൂസാ നബിയേ, അങ്ങയുടെ മഹാനായ തമ്പുരാനിലേക്ക്, റബ്ബിലേക്ക് തൗബ ചെയ്യാനുള്ള മോഹം എനിക്കുണ്ട്. അതിന് അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണേ, എന്റെ കൂടെ കൂടണേ. ഇബ്ലീസ് വന്നുകൊണ്ട് മൂസാ നബിയോട് പറയാണ്, അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ അടിമകളിലെ എളിയവനാണ് ഞാൻ. മൂസാ നബിയെ, അബദ്ധം പറ്റിയിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം, അങ്ങ് സഹായിക്കണേ. അതിന് ഞാൻ എന്ത് വേണം? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൂസാ നബിയെ, ഫസ്അലുഹു ലിയതൂബ അലയ്യ. ഞാൻ എങ്ങനെയാണ് അള്ളാന്റെ മുന്നിൽ സ്വീകാര്യോഗ്യമായ ഒരു തൗബ ചെയ്യാ? അതിനുള്ള വഴികളെ കുറിച്ച് അങ്ങ് അള്ളാഹുവോട് ചോദിക്കണേ. വല്ലാതെ സന്തോഷിക്കൂലോ. ഇബ്ലീസ് നന്നാവാൻ വേണ്ടി വന്നിരിക്കുന്നു. എവിടെ ഞാനുണ്ടല്ലോ, വീരപ്പനെ വെടിവെച്ച് കൊന്ന പോലീസുകാരുടെ ഇടയില് ഒരു പക്ഷെ ഒരു ആദരവ് കിട്ടുമെന്ന് അല്ല, അങ്ങനെ ഉണ്ടല്ലോ. ആ വലിയ പിടികിട്ടാ പുള്ളിയെ ഞാൻ പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇബ്ലീസ് നന്നാവണമെന്ന ആഗ്രഹത്തോടെ മൂസാ നബിയുടെ മുന്നിൽ വന്നു. മൂസാ അലൈഹിസ്സലാം വേഗം പോയി വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യാൻ തുടങ്ങി. യാ റബ്ബി ഇന്ന ഇബ്ലീസ ഖൽഖും മിൻ ഖൽഖിക യസ്അലുക തൗബ ഫതുബ് അലൈഹി. മൂസാ നബി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യാണ്, പടച്ചോനെ, ഇബ്ലീസ് നിന്റെ അടിമകളിൽപ്പെട്ട അടിമയാണല്ലോ, നിന്റെ സൃഷ്ടിയാണല്ലോ. അയാൾക്ക് ഇപ്പോൾ നിന്നോട് തൗബ ചെയ്യാൻ മോഹമുണ്ട്. അല്ലാഹ്, അവന്റെ തൗബ നീ സ്വീകരിക്കണമെന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. അങ്ങനെ മൂസാ നബി ദ്വാരന്നിട്ടോ. മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്തു. അപ്പോൾ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയപ്പെടുകയാണ്, ആരോ ഒരു തോന്നിക്കൽ പോലെ, ഒരു അശരീരി പോലെ, അയാളെങ്ങാനും തൗബ ചെയ്യുകയുമില്ല, അയാൾ തൗബ ചെയ്യാൻ സ്വീകരിക്കാനും വകുപ്പില്ല. അങ്ങനെ ആരോ പറയുന്ന പോലെ, ഒരു തോന്നൽ പോലെ ദ്വാരന്നോണ്ടിരിക്കുമ്പോ തന്നെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും അല്ലാഹുവോട് ചോദിച്ചു, യാ റബ്ബി ഇന്നഹു യസ്അലുക തൗബ. പടച്ച റബ്ബേ, സീരിയസ് ആയ കാര്യമായിട്ട് തന്നെയാ ചോദിക്കുന്നത്. ഇബ്ലീസ് നിന്നോട് തൗബ ചെയ്യാൻ മോഹിക്കുന്നുണ്ട്. അല്ലാഹ്, അവന്റെ തൗബയെ നീ സ്വീകരിച്ചാലും തമ്പുരാനെ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. അല്ലാഹു മൂസാ നബിക്ക് തോന്നിച്ചു കൊടുക്കാണ്, അയാളട്ടെ തൗബയും ചെയ്യൂല, ചെയ്താലട്ടെ സ്വീകരിക്കാനും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് മൂസാ നബിക്കുണ്ട്. എന്നാൽ കേട്ടോളൂ, മൂസാ നബിയുടെ ദുആ വീണ്ടും ആവർത്തിച്ചു. ഫഔഹല്ലാഹു തആലാ ഇന്നി ഇസ്തജബതു ലക യാ മൂസാ. മൂസാ നബിയെ, അങ്ങ് ദുആ ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു.
ഇബ്ലീസ് എങ്ങാനും തൗബ ചെയ്താൽ അവന്റെ തൗബയെ അള്ളാഹു സ്വീകരിക്കുമെന്ന സന്തോഷം മൂസ നബിയോട് അള്ളാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട തൗബ എങ്ങനെയാവണമെന്നറിയുമോ? ഇബ്ലീസിന്റെ തൗബ എങ്ങനെ ചെയ്യേണ്ടതെന്നറിയോ? ഇബ്ലീസിനെ വിളിച്ചിട്ട് അങ്ങ് കൽപ്പിക്കണം. ഇബ്ലീസ് തൗബ ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് ചോദിച്ചു പഠിച്ച് അതുപോലെ തൗബ ചെയ്യാൻ മൂസ നബിയുടെ സഹായത്തോടെ അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തൗബ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അള്ളാഹു അത് ഏറ്റു. തൗബ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവണം തൗബ ചെയ്യാൻ. അങ്ങനെയുണ്ട് ചില പിള്ളേര് വിശക്കാത്ത നേരത്ത് ചോറ് കഴിക്കും. അപ്പൊ ഉമ്മാക്കറിയത് തിന്നാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ. പഠിച്ചവനറിയാ ഇത് നേരെ ഇവനുള്ളതല്ലത്. അവനോട് കൽപ്പിക്ക് നബിയെ. എന്താ കൽപ്പിക്കേണ്ടത്? ആദം നബിയുടെ ഖബറിന്റെ സമീപം പോയി അന്ന് അവൻ ചെയ്യാതെ പോയ സുജൂദ് ഇന്ന് ചെയ്താൽ മതി. അതങ്ങ് പറഞ്ഞേക്ക് നബിയെ. അത് ചെയ്യ വഴി അവന്റെ തൗബ ഞാൻ സ്വീകരിച്ചോളാം. അന്ന് ചെയ്യാതെ പോയ ആ സുജൂദുണ്ടല്ലോ, ഇന്ന് പോയി ചെയ്താലും മതി, ഇപ്പൊ ചെയ്താലും മതി. ഇബ്ലീസ് നന്നാവാൻ അത് മതി. കുരുത്തക്കേട് മാറ്റണേ. മഹാനായ ആദം അലൈഹിസ്സലാം അല്ലാഹു ആദരിച്ച പ്രവാചകർ, മഹാന്മാരായ അംബിയ, മഹാന്മാരായ അല്ലാഹുവിന്റെ മലക്കുകളുടെ ഉസ്താദ്, വലിയ ആലിം. ആ മഹാന്റെ ഖബറുകൾ പോയി അന്ന് ചെയ്യാതെ പോയ ആദരവിന്റെ സുജൂദ് ഇന്ന് ചെയ്താൽ മതി. ഞാൻ തൗബ സ്വീകരിക്കാം എന്നങ്ങ് പറഞ്ഞേക്ക് മൂസ നബിയെ. മൂസ അലൈഹിസ്സലാം ഇബ്ലീസിനെ മാറ്റി നിർത്തിയിട്ടാ നിസ്കരിക്കാൻ പോയത്. മൂസ നബി ഇബ്ലീസിനെ മാറ്റി നിർത്തിയിട്ടാ അല്ലാഹുവോട് ദുആ ചെയ്തത്. ഇബ്ലീസ് മാറി നിൽക്കുന്ന ഇടത്തിലേക്ക് നിസ്കാരവും ദുആയും കഴിഞ്ഞ് ഈ വിവരം പറയാൻ വേണ്ടി മൂസ നബി വന്നു. സന്തോഷത്തോടുകൂടെ വന്നു. ഫറജഅ മൂസ മസ്റൂറാ. സന്തോഷത്തോടുകൂടെ വന്നു. ഫഅഖ്ബറഹു ബിദാലിക. ഇബ്ലീസിന്റെ മുന്നിൽ മൂസ നബി ഇതങ്ങ് തുറന്നു പറഞ്ഞു. ഇബ്ലീസ് ഒരൽപ്പം പുറകോട്ട് മാറി. എന്നിട്ട് ദേഷ്യപ്പെട്ടു. അടുത്തുനിന്ന് ദേഷ്യപ്പെട്ട വിവരം അറിയത് ആരാള്? മൂസ നബിയാ. അടുത്തുനിന്ന് ദേഷ്യപ്പെടൂല, മാറി നിന്നിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. ദൂരെ നിന്ന് ദേഷ്യപ്പെട്ടു. അവൻ കിബറിന്റെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി, അനലം അസ്ജുദു ലഹു ഹയ്യ. ജീവിച്ചിരുന്നപ്പോൾ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, പിന്നെയാണോ അസ്ജുദു ലഹു മയ്യിത്ത. മയ്യിത്തായി പോയ ആദം നബിക്ക് ഇന്ന് ഞാൻ സുജൂദ് ചെയ്യുകയോ? ജീവിച്ചിരുന്നപ്പോ ഞാൻ ചെയ്തിട്ടില്ല, ഇനി പിന്നെ ഇപ്പൊ എന്നെ കിട്ടില്ല, എന്നെ കിട്ടൂല, അതിന് എന്നെ കിട്ടൂല, എന്നെ കിട്ടൂല. ഇബ്ലീസ് മൂസ നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ മൂസ ഇന്നലക ഹഖൻ അലയ്യ ബിമാ തശഫഅത ലീ ഇലാ റബ്ബിക. എനിക്ക് വേണ്ടി അല്ലാഹുവോട് ചോദിക്കാൻ പോയതാണല്ലോ അങ്ങ്. മൂസ നബി, അങ്ങയോട് എനിക്ക് കടപ്പാടുണ്ട്. എനിക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്ത ആളല്ലേ അങ്ങ്. എന്റെ തൗബയുടെ മാർഗങ്ങൾ ചോദിച്ചിട്ട് അല്ലാഹുവോട് സംവദിച്ചവരല്ലേ അങ്ങ്. അങ്ങയോട് എനിക്ക് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് 3 കാര്യം വസിയത്ത് ചെയ്യട്ടെ. ഞാൻ ഏതായാലും സുജൂദ് ചെയ്യാനുമില്ല, തൗബ ചെയ്യാനുമില്ല, നന്നാവാനുമില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് മെനക്കെട്ടതല്ലേ. ഞാൻ അങ്ങേക്ക് അങ്ങയോട് കടപ്പാടുള്ള ആളാണ്. ഞാൻ 3 വസിയത്ത് പറയാം, അതൊന്ന് സൂക്ഷിച്ചോ. നമ്മോടും കൂടിയിട്ടാണത്. ഞാനൊരു 3 വസിയത്ത് പറയാം. 3 വസിയത്ത് പറയാം. ഉദ്കുർനി ഇൻദ സലാസി ഖിസാൽ. 3 സമയങ്ങളിൽ എന്നെ ഓർക്കുന്നത് നല്ലതാണ് മൂസ നബിയെ. 3 വസിയത്തുകളും അതാ. 3 സമയങ്ങളിൽ എന്നെ ഓർക്കുന്നത് നല്ലതാണ് മൂസ നബിയെ. അത് 3 വസിയത്തായി തന്നെ പറയട്ടെ. ഒന്നാമത് ഞാൻ പറയട്ടെ, അങ്ങേക്ക് കോപം വരുമ്പോൾ എന്നെ ഓർക്കണേ. നല്ലതാ. ദേഷ്യം വരുമ്പോ, ദേഷ്യമൊക്കെ അങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് ആഴലാ മർത്തബയിലെത്തുമ്പോ ഒന്ന് ആലോചിക്കണം, ഇത് ആരുടെ പണിയാന്ന്. ഇവിടെ ഇങ്ങനെ ഈ നല്ല ഭാരമുള്ള ഷട്ടർ പൊക്കാൻ വേണ്ടി കടകളുടെ സൈഡിൽ മറ്റേ ഇപ്പൊ ഒരു ലിവറ വെച്ചിരിക്കണം. ഇങ്ങനെ കറക്കി കറക്കി കയറ്റി മുകളിൽ കയറ്റി. അങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ കീ കൊടുത്ത് മുകളിൽ കയറ്റി നിർത്തിയേക്കണ ആള്
ദേഷ്യം വരുമ്പോ എന്നെ ഓർക്കണേ മൂസ നബിയെ. ഒന്നാമത്തെ വസിയത്ത്, 3 സന്ദർഭങ്ങളിൽ എന്നെ ഓർക്കണം. ഒന്നാമത്തെ വസിയത്ത്, ദേഷ്യം വരുമ്പോൾ എന്നെ ഓർക്കണേ. ദേഷ്യം വരുമ്പോ ഓർക്കണം. കാരണം എന്തെന്നറിയോ? ദേഷ്യം വരുന്നത് എപ്പോഴാ? അതിനൊരു വർത്താനം നമ്മളെന്താ, എന്റെ രക്തം അങ്ങോട്ട് തിളച്ചു വന്നതാ, അങ്ങനെ പറയില്ല. എന്റെ ചോര തിളച്ചതാ, എന്റെ ഒന്നങ്ങോട്ട് കൊടുക്കാൻ. നല്ല അത് ചിരിച്ചുകൊണ്ടല്ല പറയാ, രക്തം തിളച്ചു എന്ന് പറയാ, ദേഷ്യപ്പെട്ടുകൊണ്ടാ പറയാ. രക്തം തിളപ്പിച്ച ആൾക്ക് പറയുന്നത് ഇബ്ലീസ് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ന ശൈത്വാന യജ്രി മിൻ അഹദികും മജ്റദ്ദമി. നിങ്ങളുടെ പ്രഷർ കൂട്ടാൻ ബ്ലഡിന്റെ അകത്തവൻ കയറുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇബ്ലീസ് മൂസ നബിയോട് പറയാണ്, ഫഇന്നി ഫീ ഖൽബിക അജ്റാ മിൻക മജ്റദ്ദമി. ഞാൻ രക്തം സഞ്ചരിക്കുന്നതിലൂടെ സഞ്ചരിച്ച് രക്തത്തിന്റെ പമ്പിംഗ് സ്റ്റേഷനായ ഹൃദയത്തിൽ ഞാൻ വന്നു കൂടും മൂസ നബിയെ. ദേഷ്യം കയറുമ്പോ എന്നെ ഒന്ന് ഓർക്കണേ. ദേഷ്യം കയറുന്നവന്റെ രക്തത്തിന്റെ പമ്പിംഗ് സ്റ്റേഷനായ ഹൃദയത്തിൽ ഞാൻ ഉണ്ട് മൂസ നബിയെ. വിഭാരത്ത് അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ രക്തം ഒഴുകുന്നതിന്റെ കൂടെ ഒഴുകി വന്നിട്ട് ഈ ദേഷ്യക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ഇരുന്നിട്ട് നല്ല പണിയാണ്. ഒന്നാമത്തെ വസിയത്ത്, ദേഷ്യം വരുമ്പോൾ എന്നെ മറക്കല്ലേ. രണ്ടാമത്തെ വസിയത്ത്, ഇസ്ലാമിക സമൂഹത്തിന്റെ അനിവാര്യമായ ഘട്ടത്തിലെ ഒരു പോരാട്ടത്തിന് വേണ്ടി അണിനിരക്കുന്ന നേരത്ത്, ശത്രു സഞ്ചയം വലയം ചെയ്യുന്ന നേരത്ത് പിന്തിരിഞ്ഞോടാൻ തോന്നുന്ന ഒരു നേരമുണ്ട്. അന്നേരം ഓർത്തോളണം, എന്നെ ഓർത്തോളണം. അങ്ങനെ പിന്തിരിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഞാൻ. അതിന് യുദ്ധത്തിന് തന്നെ പോണമെന്നില്ല. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ പോ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നോക്കിയപ്പോ അത് ശരിയാവൂല. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ തരാണ് ആര്? അത് പിന്മാറാം. ഒരു നന്മയിൽ പിന്തിരിപ്പിക്കുന്ന തോന്നൽ വരുമ്പോൾ, പ്രചോദനം വരുമ്പോൾ, പ്രേരണ വരുമ്പോൾ, ആ പിന്തിരിപ്പിക്കുന്നത് ഞാനാണെന്ന് ഓർത്തു വച്ചോളൂ. രണ്ടാമത്തെ വസിയത്തതാ, നന്മയിൽ കൂടുന്ന നേരത്ത് പിന്തിരിയണമെന്ന ഒരു തോന്നൽ വരുന്നുവെങ്കിൽ ആ തോന്നലുള്ളോടത്ത് എന്നെ ഓർത്താൽ നന്നു, ഞാനാണ് അത് തോന്നിക്കുന്നതെന്ന് ഇബ്ലീസ് പറയുകയാ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനോടുള്ള വസിയത്ത്. മൂന്നാമത്തെ വസിയത്ത് തന്നെ ഓർക്കേണ്ട മറ്റൊരു ഘട്ടമുണ്ട്. ഹറാമായ ചിന്തകൾ വരാൻ സാധ്യതയുള്ള, അങ്ങ് തൊട്ടാൽ ഒളു മുറിയുന്ന അന്യ പെണ്ണിന്റെ കൂടെ ഒറ്റക്കാവുന്ന നേരത്ത്, നബിയേ ഞാനവിടെ ഉണ്ടേ, എന്നെ അവിടെ വെച്ച് ഓർക്കണേ. ഓർക്കുന്നത് നന്നാണ്. മൂന്നാമത്തെ വസിയത്ത് അതാണെന്ന് മഹാനായ മൂസ നബിയോട് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് പറയുകയാണ്. ഉപകാരത്തിന് ഉപകാരം ചെയ്തിട്ട് മൂപ്പര് പോയി. അപ്പൊ ഇവൻ നമ്മുടെ കൂടെ അങ്ങനെയാണ് കൂടും. ഇവന്റെ പരിപാടി നമ്മ വസ്വാസാക്കലാണ്, ഇവൻ നമ്മെ ശല്യം ചെയ്യലാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ അവൻ ധിക്കാരത്തിന്റെ മറുപടി പറഞ്ഞവനാ. ധിക്കാരത്തിന്റെ മറുപടി പറഞ്ഞു ഇബ്ലീസ്. ധിക്കാരത്തിന്റെ മറുപടി പറഞ്ഞു ഇബ്ലീസ്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞല്ലോ. വലഖദ് ഖലഖനാകും ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. ഇബ്ലീസിനോട് സുജൂദിന്റെ ആജ്ഞ വന്നപ്പോൾ അവൻ മലക്കുകളുടെ കൂടെ സുജൂദ് ചെയ്തില്ല. قال ما منعك ألا تسجد إذ أمرتك. ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ, ഞാൻ നിന്നോട് സുജൂദിന് ആജ്ഞ തന്നപ്പോ നീ എന്തുകൊണ്ട് ചെയ്തില്ല? ഖാല ഇബ്ലീസ് അന്ന് പറഞ്ഞു, അന ഖൈറും മിൻ. എന്തുകൊണ്ടും ആദമിനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാണ്. കാരണമായി ഇബ്ലീസ് പറഞ്ഞതെന്തെന്നറിയുമോ? ഇബ്ലീസിന്റെ ജ്ഞാനത്തിൽ നിന്നും ഇബ്ലീസ് പറഞ്ഞു, ഖലഖതനീ മിൻ നാർ വഖലഖതഹു മിൻ തീൻ.
മണ്ണിൽ നിന്നാണ് ആദമിനെ പടച്ചത്, എന്നെ പടച്ചത് തീയിൽ നിന്നാണ്. മണ്ണും തീയും വെച്ചു നോക്കുമ്പോൾ തീയാണ് നല്ലത്. അല്ലാ, എത്രയോ നല്ലതാ തീ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണമുണ്ട്. മനുഷ്യനെ അള്ളാഹു പടച്ചത് 4 സാധനങ്ങളെ കൂട്ടിക്കുഴച്ചിട്ടാണ്. 4 എണ്ണത്തിന്റെയും അളവ് ഓരോരുത്തരിലും വ്യത്യാസമുണ്ട്. ആ 4 സാധനങ്ങൾ: 1 വെള്ളം, 2 മണ്ണ്, 3 വായു, 4 തീയ്. 4-ൽ 1 തീയുള്ളൂ. വെള്ളം എന്നത് ഉപയോഗിച്ചാൽ അശുദ്ധമാകും, മുസ്തഅമലാകും. ത്വഹാറത്തിൽ ഉപയോഗിച്ചാൽ വെള്ളം മുസ്തഅമലായ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ചീത്തയാവും, നമുക്കറിയാവുന്നത്. ത്വഹാറത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ചീത്തയാവും. അങ്ങനെയുണ്ടല്ലോ, വെള്ളം ചീത്തയാവും, അത് ഉറപ്പാണ്. മണ്ണ് തയമം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുസ്തഅമലാകും, പിന്നെ അത് മുസ്തഅമലായ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഉപയോഗിച്ചാൽ അത് പിന്നെ ഉപയോഗശൂന്യമാകുന്ന ഒരു അവസ്ഥയാണ് മണ്ണിനുള്ളത്. അപ്പൊ വെള്ളത്തിന്റെയും അവസ്ഥ തന്നെ, മണ്ണു തന്നെ. വായു അശുദ്ധമാവാറുണ്ട്. ദുർഗന്ധവാസനകൾ വായു അശുദ്ധമാകുമ്പോഴാണ്. പൊടിപടലങ്ങൾ വായു അശുദ്ധമാകുമ്പോഴാണ്. അത് പറയാറുണ്ടല്ലോ, വായു മലിനീകരണം എന്ന്. അത് കേൾക്കാറില്ലേ? അതന്നെ ഈ സാധനം. അപ്പൊ വായു അശുദ്ധമാകും. വായു വെച്ച് ശുദ്ധീകരണം നടത്താറുണ്ട്. ഓർമ്മയുണ്ടോ? ഈ കൊയ്ത്തൊക്കെ ഉള്ള സമയത്ത് ആ കൂർത്ത കൊട്ടയുണ്ടല്ലോ, കൊട്ടയുടെ കൂട്ടത്തിൽ അതിനെന്തോ ഒരു പേര് പറയും. അതിലിങ്ങനെ ഒരാളിങ്ങനെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ നെല്ലിങ്ങനെ താഴത്തേക്ക് അടിക്കുമ്പോൾ മറ്റൊരാൾ മുറം വെച്ച് ഇങ്ങനെ വീശും. അപ്പൊ ആ കാറ്റ് കൊണ്ടാണ്, എന്തായാലും പറയാം, തൊട്ടൊക്കെ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പണ്ട് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഫാൻ വന്നപ്പോൾ ഫാൻ ഇങ്ങനെ ഓണാക്കി വെക്കലായി, മുറമൊക്കെ പോയി. അപ്പൊ അങ്ങനെ ആ കാറ്റ് വെച്ചിട്ട് ഈ നെല്ലിൽ നിന്നും എന്തിനാ കൊതുമ്പ്, എന്താ ഉമി, എന്തോ ആ സാധനത്തിനെ ശുദ്ധിയാക്കാൻ കാറ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ ശുദ്ധീകരണത്തിന് കാറ്റ് ഉപയോഗിക്കുമ്പോൾ കാറ്റ് അവിടെ അശുദ്ധമാകുന്നുണ്ട് പൊടിപടലങ്ങൾ കൊണ്ട്. വെള്ളം അശുദ്ധമാകും, കാറ്റ് അശുദ്ധമാകും, മണ്ണ് അശുദ്ധമാകും. മനുഷ്യനെ പടക്കാൻ ഇത് 3 ഉള്ളതിന്റെ കൂടെ തന്നെ ഉള്ള മറ്റൊന്നാണ് തീയ്. തീയ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാറുണ്ട്. അഗ്നിശുദ്ധി എന്ന് പറയും. ഹിന്ദു സഹോദരന്മാര് അഗ്നിശുദ്ധി വരുത്തിയിട്ട് ഒരാളെ സ്വർഗത്തിലേക്ക് വിടാൻ, മരിച്ചു കഴിഞ്ഞാൽ അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ്, അഗ്നിയിൽ കഴുകിയിട്ടാണ് അങ്ങോട്ട് വിടാ. അഗ്നിശുദ്ധിയുണ്ട്. അഗ്നിശുദ്ധി ഹബീബായ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികൾ അവിടുത്തെ പല സാധനങ്ങളും അശുദ്ധമാകുമ്പോൾ, പ്രത്യേകിച്ച് അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ മുത്തുനബിയുടേതാണോ ആ ശരീരത്തിൽ സ്പർശിച്ച ഒന്നും തീയ കത്തിക്കൂല. നരകത്തിന്റെ തീയ കത്തിക്കാത്ത ദുനിയാവിന്റെ തീ ഉറപ്പായിട്ടും കത്തിക്കൂല. അതുകൊണ്ടാണ് അബൂ താലിബിന്റെ ശരീരത്തെ ഇങ്ങനെ തടവി 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 ഇങ്ങനെ വന്നിട്ട് ആ ചെരുപ്പിടുന്ന ഭാഗത്ത് ഇപ്പൊ ജിബ്രീൽ അങ്ങ് കൈ തട്ടിക്കളഞ്ഞു. എന്തുകൊണ്ട്? ഈ കൈ തൊട്ടോടത്തോളം ഭാഗം എന്തായാലും നരകം തൊടൂല. ആ ചെരുപ്പിടാനുള്ളൊരു ശിക്ഷ അള്ളാഹു ഖളാക്കിയത്, അത് ഇനി അവിടെ നബി തൊടണ്ട. തൊട്ട് കഴിഞ്ഞാൽ എന്താവില്ല? അവിടെ തീ, നരകത്തിന്റെ തീ. ഇവിടുത്തെ തീന്റെ സാധാരണ ചൂടല്ലോ, ഇവിടുത്തെ തീയിന്റെ ഏറ്റവും വലിയ ടെമ്പറേച്ചർ എത്രയോ അതിന്റെ 70 ഇരട്ടി അവിടെ. ഇനി കേട്ടോളൂ, മഹാനായ ഉൾക്കാശ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കെട്ടിപ്പിടിച്ചത്, ആ ശരീരം ഇവിടെ സ്പർശിച്ചാൽ ആ സ്പർശിച്ച ഇടം നരകത്തിൽ പോവില്ല, തീയിൽ പോവില്ല. നരകത്തിന്റെ തീ മുത്തുനബിയിൽ സ്പർശിതമായതിൽ സ്പർശിക്കൂല. അപ്പൊ ഉറപ്പായിട്ട് ദുനിയാവിന്റെ തീ സ്പർശിക്കൂല. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിരുന്നിനെല്ലാണ്. വിരുന്നിന് ചെല്ലുമ്പോ വിരുന്നുകാരനെ സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു, പഴം കൊടുത്തു, അവസാനം ഒരു പെർഫ്യൂം എന്ന രീതിയിൽ ഒന്ന് മണത്താൻ, ബറക്കത്തിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൊടുക്കും. അവസാനം പോകാൻ നേരത്തെ ഞാൻ ഉംറക്ക് പോയത് ഇച്ചിരി സംസം വെള്ളം കൊണ്ടുവന്ന് അതും കൊടുക്കും. അങ്ങനെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ആൾക്ക് എന്തെങ്കിലും കൊടുക്കൂലോ. അങ്ങനെ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു യുദ്ധത്തിൽ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും താഴെ വീണ, യുദ്ധക്കളത്തിൽ വീണ ഒരു തൂവാല, ഒരു കർച്ചീഫും കൂടി മടക്കി വെച്ചിരിക്കുന്നു മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇത് നേരെ പറയുന്നത് ഞാൻ കേട്ടതാണ് ഈ സംഭവം. അങ്ങനെ പെർഫ്യൂം മുത്തുനബിയുടെ ശരീരത്തിൽ സ്പർശിതമായതിനെല്ലാത്തിനും കസ്തൂരിയുടെ വാസന, സുഗന്ധം ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഇത് കാണിച്ചു. അനസ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ യുദ്ധക്കളത്തിൽ താഴെ വീണ്
കുതിര ചവിട്ടിയ ചെളിയും മറ്റുമുള്ള ഈ തുണിക്കഷ്ണം ഇതുവരെ മുത്തുനബിയുടേതാണല്ലോ, അത് കഴുകാതെ തന്നെ വെച്ചിരിക്കാം, കിട്ടിയ പോലെ തന്നെ. അപ്പൊ ഹാരിസിനോട് പറഞ്ഞു, ഇതൊന്ന് കഴുകിക്കൂടായിരുന്നു, ഇതിന്റെ ചെളി ഒന്ന് കളഞ്ഞുകൂടായിരുന്നു, വെള്ളം ഉപയോഗിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് കളയാതിരുന്നത്. അതിനെന്താണോ വെള്ളം ഉപയോഗിക്കണമെന്നില്ലല്ലോ, തീയിൽ കഴുകിയാൽ മതിയല്ലോ. കുറച്ച് തീ ആവശ്യപ്പെട്ടു, തീ കൊണ്ടുവന്നു, തീയിലേക്ക് ഇതിട്ടു, അത് കരിയാതെ പാലിനേക്കാളും വെളുത്ത രൂപത്തിൽ മടങ്ങി വന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രത്തിലിട്ട്. അപ്പൊ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്നും ചില സന്ദർഭങ്ങളിൽ വസ്ത്രകഷ്ണങ്ങളോ മറ്റോ ഒക്കെ ശുദ്ധീകരിക്കുന്നിടത്ത്, വസ്ത്രങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നിടത്ത് തീയിന്റെ ശുദ്ധീകരണം സ്വഹാബത്ത് ചെയ്തതായി ചില ഉദ്ധരണികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട പൂമേനി സ്പർശിച്ച ഭാഗം നരകത്തിൽ പോവില്ല എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് സ്വപ്നത്തിലൂടെ ആണെങ്കിലും ഒരു തലോടൽ ഉണ്ടായാൽ അത് മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു ഭാഗ്യ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസ് പറഞ്ഞു, ഈ ശുദ്ധീകരണത്തിന് ശേഷം ചീത്തയാവാത്ത തീയ് അതാണ് ഞാൻ. വെള്ളവും മണ്ണും വായുവും അതിന്റെ കൂടെ ഒരൽപ്പം തീയേ ഉള്ളൂ ആദമിൽ അലൈഹിസ്സലാം. എന്നാൽ ഞാൻ ഫുള്ള് തീയ. അതുകൊണ്ട് എന്തുകൊണ്ടും ആദമിനേക്കാളും മിനിമം 4 ഇരട്ടി ഖൈറ് ഞാൻ തന്നെയാണ്. കാരണം 4ൽ 1 അവിടെ തീയുള്ളൂ, ഫുള്ളും ഞാൻ തീയ. ഇബ്ലീസ് പറഞ്ഞതിൽ ന്യായക്കേടൊന്നുമില്ല അവന്റെ ഭാഷയിൽ. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് ഇപ്പോൾ വാർഡ് മെമ്പറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വന്നു എന്ന് പറയുന്ന പോലെയൊക്കെ ഇബ്ലീസ് ചിന്തിച്ച്, ഞാൻ വലിയ ആളല്ല, ഞാൻ എന്തിനാ അങ്ങനെ, അള്ളയാണ് പറഞ്ഞതെന്നുള്ള തോന്നൽ പോയി. ഇൽമുള്ള ആദമിനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന തോന്നൽ പോയി. അള്ളാഹു ഇതിന് മറുപടി കൊടുത്തു. എങ്ങനെയാണെന്നറിയോ? റദ്ദല്ലാഹുൽ മൗലാ ബി അസ്നഇ റദ്ദിൻ. ഒരു വല്ലാത്ത വായടപ്പൻ മറുപടി ഇബ്ലീസിന് അള്ളാഹു കൊടുത്തു. അതുപോലെ തന്നെ ഇബ്ലീസിനെ അള്ളാഹു വഷളാക്കി. അള്ളാഹു പറഞ്ഞു, ഫഹുബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖുറുജ് ഇന്നക മിനസ് സാഗിരീൻ. ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ ആട്ടി ഓടിച്ചു. അള്ളാഹു ആട്ടി ഓടിച്ചു. ഇബ്ലീസിന്റെ തെളിവനുസരിച്ച് തീയാണ് തീയാണ് മനുഷ്യനെ പടക്കാൻ ഉപയോഗിച്ച മണ്ണിനേക്കാളും ഖൈറ് എന്നതാണ്. എന്നാൽ അല്ലാഹു മറ്റൊരു രീതിയിൽ അതിന്റെ പ്രായോഗിക മറുപടിയും കൊണ്ടുവന്നു. സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരം തീയിനേക്കാളും മണ്ണുകൊണ്ട് തന്നെയാ. അപ്പൊ ഖൈറ്, ഗുണം കൂടുതൽ മണ്ണിലാണ് എന്ന രീതിയിലേക്ക് ഭൂമിയെ അല്ലാഹു വ്യവസ്ഥയാക്കി. എങ്ങനെ? ഭൂമിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രൂപം കൊടുത്തപ്പോൾ ഭൂമിയുടെ ഷേപ്പ് ചെയ്യാൻ മണ്ണ് വേണ്ടി വന്നു. മണ്ണുകൊണ്ടാണ് ഭൂമിയെ അല്ലാഹു തആല, ഭൂമിക്ക് എത്രയോ നാളുകൾക്ക് ശേഷമാണെന്നറിയോ മണ്ണ് വന്നത്. മണ്ണ് ഭൂമി പടച്ച അന്നില്ല. അൽ ഹാഫിദ് ഇബ്നുൽ അൽ ജൗസിയുടെ സാദുൽ മസീറിലുണ്ട്, ഭൂമി പടച്ച അന്ന് കഅബയുണ്ട്. ഭൂമി ഓൾറെഡി കഅബയോട് കൂടെ വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് മണ്ണില്ല. കഅബ വന്നിട്ട് പിന്നെ 2000 കൊല്ലങ്ങൾക്ക് ശേഷമാണ് കഅബയും വന്നിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ഭൂമിയിൽ മണ്ണ് വന്നതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മണ്ണ് പിന്നെ വന്നത് ഇബ്ലീസ് ഈ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം അവനെ തോപ്പിക്കണം. ഭൂമിയിൽ മണ്ണ് കൊടുത്തു. സൃഷ്ടികൾക്ക് അഖിലം ഉപകാരം തീയിനേക്കാളും മണ്ണ് എന്ന രീതിയിൽ ഇബ്ലീസ് നോക്കിയപ്പോൾ വളരെ മൃദുലം, ഭാരമില്ല. എത്ര കത്തുന്ന തീക്കാണെങ്കിലും ഭാരമില്ല. തീയിന്റെ അളവും തൂക്കവും ഹൈറ്റും വെയിറ്റും ഒക്കെ തീയിന്റെ പൊക്കവും വീതിയും വണ്ണവും ആളലും ഒക്കെ വെച്ച് നോക്കി അത്രയും വെള്ളം വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് ഭാരം കൂടുതലായിരിക്കും. അത്രയും മണ്ണ് വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഭാരം കൂടുതലായിരിക്കും. തീയിന് ഭാരമില്ല, വളരെ ലളിതം, മൃദുലം, കണ്ടാൽ വലിയ ചന്തം. അതൊക്കെയാണ് തീ ഖൈറാവാൻ എന്നത് അവൻ തീരുമാനിച്ചു. മണ്ണാവട്ടെ നല്ല ഭാരമുള്ളതും നല്ല തിക്നെസ് ഉള്ളതും നല്ല കട്ടിയുള്ളത്. തീ കട്ടിയില്ല. നല്ല ഒരു മെഴുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വേഗം വേഗം കൈ ഓടിക്കാൻ പറ്റും. തീന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കിടക്കാൻ നല്ല സ്മൂത്താണ് തീ. ഇങ്ങനെയൊക്കെ ഉള്ള തെളിവുകളാ പറഞ്ഞത്. അള്ളാഹു സൃഷ്ടികൾക്ക് ഉപകാരം തീയിനേക്കാളും മണ്ണ് എന്ന രീതിയിൽ ഇബ്ലീസിന് മറുപടി കൊടുത്തു.
അപ്പോ ഇബ്ലീസിന്റെ ചതികളും ഇബ്ലീസിന്റെ കെണികളും അവന്റെ ശരീരത്തിന്റെ ഘടനക്കനുസരിച്ച രീതിയിൽ അവൻ എളുപ്പമാകും വിധം അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവന്റെ കെണി വലയങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇബ്ലീസ് റബ്ബുമായുള്ള ഉടമ്പടി ഉണ്ട്. قال رب فأنظرني إلى يوم يبعثون قال فإنك من المنذرين إلى يوم الوقت المعلوم قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين قال هذا صراط علي مستقيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوي وإن جهنم لموعدهم أجمعين لها 7 أبواب لكل باب منهم جزء مقسوم. സുദീർഘമായ ആയത്തുകൾ. അല്ലാഹുവേ, പുനർനാള് വരെ, പുനർജീവിതത്തിന്റെ നാള് വരെ എനിക്ക് ആയുസ് വേണേ. ഇബ്ലീസ് ചത്തുപോകും ഉറപ്പാം. ഇബ്ലീസിന്റെ മരണം ഒരു ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവൻ ചത്തുപോകും ഉറപ്പാണ്. ഇബ്ലീസ് അല്ലാഹുവോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ആയുസ് വേണം തമ്പുരാനെ. അല്ലാഹു പറഞ്ഞു, നിനക്ക് ആയുസ്സുണ്ട്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, നിശ്ചയിക്കപ്പെട്ട ഒരു അകലം വരെ നിനക്ക് ആയുസ്സുണ്ട്. അല്ലാഹുവേ, റബ്ബി ബിമാ ഗദൈതനി ലൗസയ്യിനന്ന ലഹും ഫിൽ അർളി വലൗഗവിയന്നഹും അജ്മഈൻ. വഴിപിഴപ്പിക്കാൻ നീ എനിക്ക് സ്വാതന്ത്ര്യം തരണേ, അതിനുള്ളതായ സൗകര്യം തരണേ. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്നവനാ അല്ലാ. റഹ്മാൻ എന്ന പദവി അവനുണ്ടല്ലോ. അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞു, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഞാൻ എത്ര ശ്രമിച്ചാലും വഴി പിഴയ്ക്കാത്ത ആളുകളുണ്ട് അല്ലാഹു അതിൽ പെടുത്തട്ടെ. ഞാൻ എത്ര ശ്രമിച്ചാലും വഴി പിഴയ്ക്കാത്തവർ നിന്റെ അടിമകളിലുണ്ട്. അവരെ വഴി പിഴപ്പിക്കാൻ എനിക്ക് കഴിയൂല എന്നത് ഞാൻ സമ്മതിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ ഇഷ്ടദാസന്മാരെ പ്രാപിക്കാൻ നിനക്ക് യാതൊരുവിധ സ്വാധീനവും ഇല്ല ഇബ്ലീസേ. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, വഴി പിഴച്ചു പോകുമെന്ന് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹു അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണേ അല്ലാഹ്. ഇബ്ലീസ് വരുന്നത് വലിയ അട്ടഹാസത്തോടുകൂടെയാ, ആഘോഷത്തോടുകൂടെയാ വഴി പിഴപ്പിക്കാൻ വരാ. മേളങ്ങളുണ്ട് ഇബ്ലീസിന്റെ വരവിന്, ചടുലമായ നൃത്തങ്ങളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. വലിയ പടയും പടയാളിയുമായ ഇബ്ലീസ് വരാ. സൂറത്തുൽ ഇസ്റാ അല്ലാഹു പറഞ്ഞു, വഴി തെറ്റിക്കാൻ നീ തുനിഞ്ഞിറങ്ങിക്കോ, നിനക്ക് കഴിയുന്നവരെ. നിന്റെ കയ്യിലുള്ള ചാട്ട കൊണ്ട്, നിന്റെ മധുരമായ ശബ്ദം കൊണ്ട് നീ അവർക്ക് നേരെ അട്ടഹാസം നടത്തിയും ആർത്തട്ടഹസിച്ചും വെല്ലുവിളിച്ചും പോര് വിളിച്ചും, ബിഖൈലിക നിന്റെ കുതിരകളെ കൊണ്ടും നിന്റെ കാൽനട പട്ടാളത്തെ കൊണ്ടും നീ അവരിലേക്ക് ഇറങ്ങിക്കോ. സർവ സൈന്യങ്ങളുമായി ഇബ്ലീസ് വരുമല്ലോ. വശാരിക്കുഹും ഫിൽ അംവാൽ, സാമ്പത്തിക രംഗത്ത് മനുഷ്യനെ നീ വഴിപിഴപ്പിച്ച് അവിടെ നീ പങ്കുകൂടിക്കോ. വല്ലൗലാദ്, മനുഷ്യന്റെ മക്കളിൽ നീ പങ്കുകൂടിക്കോ. ഒരാൾ തന്റെ മകനെന്ന് പറയുന്നോടത്ത് ഇബ്ലീസിന്റെ സ്വാധീനമുള്ള ആ മക്കൾക്കും ഇബ്ലീസും പറയും, അത് എന്റെയും കൂടി മകനാ. വഴി പിഴച്ചുപോയ ഒരു മോനെ നോക്കിയിട്ട് അതെന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അതിന്റെ ഷെയർ പറയാൻ ഇബ്ലീസ് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മക്കളെ ഇബ്ലീസ് കട്ടുകൊണ്ടുപോകുന്ന അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്ക് വഴി പിഴപ്പിക്കാൻ കഴിയാത്തവർ എന്റെ അടിമകളിലുണ്ട്. ആദ്യം പോയത് അവൻ ആദം നബിയുടെ അടുക്കലേക്കാ. എങ്ങനെയാ പോയത്?
ആദം നബിയുടെ അടുക്കലേക്ക് ഇബ്ലീസ് ആദ്യം പോയി. എങ്ങനെയാ പോയത്? രസകരമായ രീതിയിലാ. ഇബ്ലീസ് പോകുന്നു, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്ത് കടത്തിയല്ലോ. ഇബ്ലീസ് പുറത്തു നിന്ന് അകത്തേക്ക് എത്തി നോക്കാൻ തുടങ്ങി. മലക്കുകൾ കടത്തിവിടുന്നില്ല. ആരാ ഇബ്ലീസ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് 30,000 കൊല്ലം കാവൽ നിന്നവനാണ്. 30,000 കൊല്ലം കാവൽ നിന്ന ഇബ്ലീസ് സ്വർഗത്തിന്റെ മെയിൻ ഡോറും അറിയാം, അതിന്റെ ചെറിയ ഡോറും അറിയാം, ഏത് ഭാഗത്താ മതിൽ ചാടാൻ എളുപ്പമെന്നതും അറിയാം. ആർക്കറിയാം? ഇബ്ലീസ് അങ്ങനെ പറ്റി വന്നപ്പോണ്ട് സ്വർഗത്തിൽ ഒരു മനോഹരമായ ജീവി ഉണ്ടായിരുന്നു. മയിലിനേക്കാളും ഭംഗി എന്ന് പറയാവുന്ന ഒരു ഭംഗിയുള്ള ഒരു മനോഹര ജീവി ഉണ്ടായിരുന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ജീവിയാണ് പാമ്പ്. 4 കാലുണ്ടതിന്. പാമ്പിന് എത്ര കാല്? 4 കാല്. 4 ചിരിക്കൊന്നും വേണ്ട, 4 കാല് പാമ്പിനുണ്ടായിരുന്നു. 2015 ജൂലൈ മാസം 25-ാം തീയതി മലയാള പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു സ്ലിപ്പാണിത്. അതിന്റെ ഒരു കഷ്ണാണിത്. പാമ്പിന് 4 കാലുണ്ടായിരുന്നു ഹദീസിലുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേ 4 കാലി പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തി. എവിടെ? ലണ്ടൻ. ബ്രസീലിൽ 4 കാലുള്ള പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തി. പിറകിൽ കാലുകളുള്ള പാമ്പിന്റെ ഫോസിലുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് 4 കാലുള്ള പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തുന്നത്. 113 ദശലക്ഷം വർഷം പഴക്കമുള്ളതും 19.5 സെന്റിമീറ്റർ നീളമുള്ളതുമാണ് ഫോസിൽ. പാമ്പുകളുടെ തൊട്ടു മുമ്പുള്ള പൂർവികരാണ് ഇവയെന്ന് വിലയിരുത്തുന്നത്. ഇത്തരക്കാർ നടക്കാനല്ല ഇരപിടിക്കാൻ വേണ്ടിയാണ് കാലുകൾ ഉപയോഗിച്ചിരുന്നതെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ബുഖാരി അല്ലാട്ടത്, മലയാള പത്രമാണ്. 2015 ജൂലൈ 25-ാം തീയതി വന്ന പത്രത്തിന്റെ അന്നത്തെ കഷ്ണത. ഇപ്പൊ ഇത് മറച്ചു നോക്കിയപ്പോ എന്റെ ഇടയിലിരിക്കുക. അത് പറയണമെന്ന് ഓർത്തല്ല, ആവശ്യമുള്ളവർക്ക് ഇൻഷാല്ലാ കാണാൻ തരാൻ, കൊണ്ടുപോകാൻ തരില്ല. അതായത് അപ്പൊ പാമ്പിന് 4 കാലുണ്ടെന്ന് ലണ്ടൻകാരൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് നേരത്തെ പറഞ്ഞു പാമ്പിന് 4 കാലുണ്ടായിരുന്നു. 4 കാലുണ്ടായിരുന്നു. 4 കാലുള്ള പാമ്പ് ഇങ്ങനെ നല്ല ഭംഗി. ഇബ്ലീസ് പുറത്തു നിന്ന് പാമ്പിനെ പുകഴ്ത്തി. നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന്. പാമ്പ് ചോദിച്ചു, എന്താ ഭംഗി? നേരത്തെ ഉള്ളതാണ് എനിക്ക്, എന്നാലും എന്താ നീ ഇപ്പൊ അവിടെ നിൽക്കണേ? ഒന്നുമില്ല, എനിക്കൊന്ന് അകത്തേക്ക് കയറണം, അവിടെ മലക്കുകളുണ്ട്. അതിനെന്താ നിങ്ങൾ കയറിക്കും? എനിക്ക് പോകേണ്ട ഹവ്വയുടെ അടുത്താ. ആദമിന്റെ അടുത്തേക്ക് ഞാൻ പോണില്ല. എന്തായാലും ആദമിന്റെ അടുത്തേക്ക് ഞാൻ പോണില്ല. ഞങ്ങൾ വഴക്കമുള്ള നിങ്ങൾക്ക് അറിയാലോ. അതെ, ഞാൻ ഹവ്വയുടെ അടുത്തേക്കാ പോകുന്നത്. റളിയല്ലാഹു അൻഹു. അതിനെന്താ ഞാൻ കൊണ്ടുപോകാം. എവിടെ ഇപ്പൊ ഹവ്വയുള്ളതെന്ന് അറിയാം? അവിടെ ഉണ്ട്. പോരെ. ഇബ്ലീസിന് കയറാൻ വേണ്ടിയിട്ട് പാമ്പ് വായ പൊളിച്ചു കൊടുത്തു. ഇബ്ലീസ് ചെറുതായി പാമ്പിന്റെ വായ കയറി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇബ്നു കസീർ തഫ്സീറിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പാമ്പ് ഇങ്ങനെ 4 കാലയില് മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ ഹവ്വ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ചെന്നിട്ട് വായ പൊളിച്ചു. പുറത്തിറങ്ങി ഇബ്ലീസ് വർത്താനം പറഞ്ഞത് എന്താണെന്ന് അറിയാലോ? ആ കാണുന്ന മരത്തിൽ കയറിയിട്ട് പഴം പറിച്ചിട്ട്, അറിയാലോ ആ സാധുവിന് ആ മരത്തെ കയറ്റുന്ന പരിപാടി ഇവിടെ ആരെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ചു? ഭാര്യയെ കൊണ്ട്. ഭാര്യ പറഞ്ഞിട്ട് കേറലല്ലാതെ ഇബ്ലീസ് നേരെ ചെന്നിട്ട് ആദം നബിയോട് മരത്തെ കയറാൻ പറഞ്ഞ കേറോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഭാര്യയുടെ വർത്താനം കേട്ടിട്ട് മരത്തിൽ കയറാതെയോ പഴം പറിച്ചു കൊടുത്തു. കിട്ടിയപ്പോ തന്നെ ഭാര്യ തിന്നു. ചെറം പൊട്ടിയിരുന്നു. ആ പഴം പറിച്ചപ്പോ വിലക്കിയ കനി പൊട്ടിച്ചപ്പോ ചെറം പൊട്ടിയിരുന്നു. ചെറം എന്നുള്ളതിന് പറയാ, ചെറം പൊട്ടിയത് കൊണ്ടാണ് പെണ്ണിന് ആർത്തവം എന്ന് റസൂലുള്ളാഹി ദുർറുൽ മൻസൂറിൽ ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസ് വഴി പിഴപ്പിക്കാൻ വേണ്ടി ചെന്നു. വഴി പിഴപ്പിക്കൽ അവിടെ സാധ്യമായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഇബ്ലീസിനെയും പാമ്പിനെയും ഒരുമിച്ചാണ് പുറത്തേക്ക് വിട്ടത്. അതിൽ ചിലത് ആദ്യം വന്നു, ചിലത് രണ്ടാമത് വന്നു. പലരും പല സ്ഥലത്ത് വന്നിറങ്ങി. പാമ്പിനെ അള്ളാഹു ശപിച്ചു, നിന്റെ കാലുകൾ പോവട്ടെ, നീ ഉദരത്തിൽ എഴഞ്ഞാ മതി. അതോടുകൂടിയാണ് അവന്റെ കാല് പോയത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കണ മാതിരി ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവനെങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോണം. ശാപമുള്ളത് അവന്റെ ഭംഗി അള്ളാഹു എടുത്തു കളഞ്ഞു. എന്നാ കോലം പാമ്പിനൊക്കെ ഒരു മെനയില കാണാൻ കണ്ടിട്ടില്ലേ? ചേർത്ത് പിടിച്ചോക്ക, സൂം ചെയ്ത് നോക്ക. എന്താ പാമ്പിനല്ല അതിന്റെ ചിത്രം, ഒരു ഭംഗിയില കാണാൻ. അത്രയും അവന്റെ ശരീരത്തെ വികൃതമാക്കി. ചെവി കൊടുത്തില്ല, തൊക്ക് കൊടുത്തു. മണക്കാൻ നാക്ക കൊടുത്തത് സാധാരണ മൂക്ക കൊടുക്കില്ല, അതും കൊടുത്തില്ല. ഈ കോലത്തിക്കട അള്ളാഹു ഒരു കോലാക്കി അങ്ങ് വിട്ടു.
അങ്ങനെ കയ്യും കാലമൊക്കെ പോയി പാമ്പ് ഭൂമിയിലൊന്ന് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. വല്ലാത്തൊരു അംഗവൈകല്യം തന്നെ. ഒരിക്കലും ഇണങ്ങൂല. അവന്റെ സ്വഭാവം അത്ര വൃത്തികെട്ടതാ. പിശാചിന്റെ സ്വാധീനമുള്ള ജീവിയാണ് പാമ്പ്. ജിന്ന് ഇന്നും പ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ഒരു പ്രധാന കോലം പാമ്പാ. ജിന്ന് ഇന്നും പ്രത്യക്ഷമാവാൻ സാധ്യതയുള്ള, നിങ്ങൾ ജിന്നിനെ കുറിച്ച് കേൾക്കുന്ന കൂട്ടത്തിൽ കേൾക്കുന്ന ഒരു സാധനം സർപ്പം. സർപ്പം സർപ്പം കേട്ടിട്ടുണ്ടോ? സർപ്പം പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെടുത്തെറിഞ്ഞോവർ. ആരെ പറ്റിയാ പറഞ്ഞു? പറ്റി. ഈ സർപ്പം എന്ന് പറയുന്നത് ജിന്ന് തന്നെയാണ്. പാമ്പിന്റെ കോലത്തിൽ വന്ന ശൈത്താനാണ് ഈ സർപ്പം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വല്ലാത്ത സാധനമാണത്. ഏതായാലും ഇവൻ അള്ളാഹുവിന്റെ നബിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിലവൻ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവന്റെ എല്ലാ കുതന്ത്രങ്ങളും മനുഷ്യരിൽ അവൻ പ്രയോഗിച്ചു തുടങ്ങി. മനുഷ്യനതിന് വഴിപ്പെട്ടു തുടങ്ങി. ബദറിൽ ചെന്നു അബൂജഹലിന്റെ മുന്നിലാ ചെന്നത്. അബൂജഹലിന്റെ മുന്നിൽ ചെന്നിട്ട് അയാൾ ഒരു പ്രായമുള്ള നജ്ദിൽ നിന്ന് വന്ന ഒരു കാരണവരെ പോലെ യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങി. നല്ല പ്രായമുള്ള ഒരു കാരണവര് ബദറിൽ ചെന്നു. അബൂജഹലിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയാൻ തുടങ്ങി. യുദ്ധ നിയമങ്ങൾ പറയാൻ തുടങ്ങി. ചുവടുവെപ്പിന്റെ മനോഹരമായ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങി. അണിനിരക്കുമ്പോൾ ഇന്ന ആളുകൾ മുന്നിൽ വരട്ടെ, ഇന്നവർ പിന്നാലെ പോവട്ടെ. കുതിരപ്പട്ടാളത്തെയും കാൽനട പട്ടാളത്തെയും സജ്ജമാക്കുന്നതിൽ കൃത്യമായ വ്യക്തമായ വലിയ പക്വതയുള്ള അഭിപ്രായം പറഞ്ഞു. എവിടെന്നാ വരുന്നത്? ഞാൻ നജ്ദിൽ നിന്ന് വരുന്നതാ. ഈ ബദറിന്റെ സംഭവത്തെ സാക്ഷിയാവാൻ വരുന്നതാ. ഇബ്ലീസ് പറയാൻ തുടങ്ങി. തിരിച്ചറിഞ്ഞില്ല അബൂജഹല്. മനുഷ്യവർഗത്തിന് ഒന്നടങ്കം അവൻ ശത്രുവായിരുന്നു. അള്ളാഹു പറഞ്ഞയച്ചതാ ഇബ്ലീസിനെ നന്മയുടെ ശത്രുവായി ഇപ്പുറത്ത് നിൽക്കാൻ. നന്മയുടെ ശത്രുക്കളുടെ കൂടെ നിന്നല്ലാതെ അബൂജഹലിനെ ചതിക്കാൻ വന്നതല്ല. വന്നത് ഹബീബിന്റെയും സഹാബത്തിന്റെയും എതിരിലാണ്. നജ്ദ്കാരനായ ഉപ്പാപ്പ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തോന്നി. മുമ്പൊരിക്കലും കേൾക്കാത്ത യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇപ്പോൾ അബൂജഹലിന്റെ പട്ടാളത്തെ കാണാൻ 951 പേരുണ്ട്. എത്ര മനോഹരമായ യുദ്ധവ്യൂഹമാണെന്നറിയുമോ? ഇബ്ലീസ് മുന്നിൽ നിൽക്കാ, എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്ക. അങ്ങനെ മുന്നിലേക്ക് ചൊല്ലുമ്പോ വല്ലാത്ത ചിരിയ ഖുറൈശി തമ്പുരാക്കന്മാരുടെ മുഖത്തുള്ളത്. ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. സൂറത്തുൽ അൻഫാലിന്റെ 48-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. കുറെ തലപ്പാവുകാർ താഴേക്ക് ഇറങ്ങുന്നു. ഇബ്ലീസ് മാത്രം അവരെ കാണുന്നുള്ളൂ. തലയെ കെട്ടിയ കുറെ ആളുകള്, ആയിരക്കണക്കിന് ആളുകൾ കരിയില ഉതിർന്നു വീഴും പോലെയല്ല, ഈയാമ്പാറ്റ പറക്കുന്ന പോലെയല്ല. ആകാശത്ത് നിന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരാ. എല്ലാവർക്കും തലപ്പാവ്. അലൈക്കും ബിൽ അമായിം, നിങ്ങൾ തലപ്പാവ് ധരിക്കണേ. ഖാല റസൂലുള്ളാഹി. എന്തുകൊണ്ടെന്നറിയുമോ? തലപ്പാവ് സീമാഉൽ മലായിക, മലക്കുകളുടെ ചിഹ്നമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പുരുഷനായാൽ വേണം തലയിൽ കെട്ട് എന്നാണ് സയ്യിദുനാ അലിയെ തൊട്ട് പറയപ്പെട്ടിട്ടുള്ളത്. എന്ത്? ആണുങ്ങൾക്ക് ഒരു കെട്ട് നിസ്കരിക്കാൻ വേണം. നിസ്കരിക്കാൻ തലയിൽ കെട്ടിയിട്ടാണ് നിന്നാണ്ടല്ലോ. നിസ്കരിക്കാൻ വേണ്ടി മാത്രം തലയിൽ കെട്ട് സുന്നത്താ. തലയില് തൊപ്പി വെക്കലല്ലട്ടോ പറഞ്ഞത്. തൊപ്പിയും സുന്നത്താണ്, തൊപ്പിയേക്കാൾ ഡബിൾ സുന്നത്താണ്. തലയിൽ കെട്ട് വെച്ചു കെട്ടണം. കെട്ടിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് പ്രത്യേക സുന്നത്താണ്. 70 ഇരട്ടി കൂലിയാ. തല മറച്ച് നിസ്കരിക്കണം. അതാ തൗഫീഖ്. ആണുങ്ങൾക്കുള്ള ഉപദേശമാണ്.
ഈ തലക്കെട്ടിന്റെ കൂടെ ഒരു കറുത്ത തലപ്പാവ് കണ്ടപ്പോൾ ഇബ്ലീസ് പതറി. ശത്രുക്കൾ 1000 മട്ടാണ്, ശക്തി ആയുധ സാമഗ്രി ജോറാണ്. മുത്തു നബി സൈന്യം കുറവാണ്, വെറും 313 പേരാണ്. നജ്മത്ത മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയ അല്ലെ, നജ്മത്ത മലക്കുകൾ നക്ഷത്രങ്ങളെ പോലുള്ള മലക്കുകൾ ഇറങ്ങി. അങ്ങനെ മലക്കുകൾ ഇറങ്ങിയോടത്ത് ഇബ്ലീസ് പറയാൻ തുടങ്ങി, പിന്നോട്ട് ചാടി. ഇബ്ലീസ് പിന്നോട്ട് ചാടി, പിന്നോട്ട് ചാടി. എന്നിട്ട് പറഞ്ഞു, പിന്നോട്ട് ചാടിയിട്ടവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ കാണാത്ത പലതും കാണുന്നു. ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ. നിങ്ങൾ കാണാത്തത് ഞാൻ കാണാ, നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാലയനത്താക്കപ്പെട്ട ഇബ്ലീസ്. ഇത് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് ചാടുകയാണ്. അവൻ ഒഴിവ് പറഞ്ഞു ഒഴിഞ്ഞു പോകുകയാ. ഇബ്ലീസിന്റെ രംഗങ്ങൾ പലയിടങ്ങളിലും കാണാം. മഹ്ശറയിൽ വരും, അപ്പോഴും അവൻ ഒഴിവ് പറയും. വഖാല ശൈത്വാനു ലമ്മാ ഖുളിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ ദഅഉതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم. ഇബ്ലീസ് പറയും, നിങ്ങൾ എന്തിനാ എന്നെ വഴിപ്പെട്ടത്? ഞാൻ നിങ്ങളോട് പലതും വഴുത ചെയ്തിരുന്നു, വാക്ക് പറഞ്ഞിരുന്നു. അള്ളാഹുവും വാക്ക് പറഞ്ഞു. എന്റെ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റൂല. അള്ളാഹുവാണ് വാക്ക് പാലിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാ മതി. വലൂമു അൻഫുസകും, ലൂമു അൻഫുസകും. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖിക്കും. ഞാൻ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനല്ല, നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതുമില്ല, നിങ്ങൾക്കും പറ്റില്ല. അങ്ങനെ പറഞ്ഞ അവൻ അവിടെ നിന്നും ഒഴിവാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. വീട്ടിലേക്ക് കയറുമ്പോ വാതിലും തുറന്ന് കയറുമ്പോ ഇബ്ലീസ് പിന്നാലെ വരൂട്ടോ. ബിസ്മി ചൊല്ലി തുറക്കണം, അപ്പോ കേറൂല. ബിസ്മി ചൊല്ലി അടയ്ക്കണം. ബിസ്മി ചൊല്ലി അടയ്ക്കപ്പെട്ടതും തുറക്കപ്പെട്ടതും ഇബ്ലീസ് വരാത്ത ഇടം ഖാല റസൂലുള്ളാഹി. വീട്ടിലേക്ക് ഇബ്ലീസ് കേറൂല. വാതിൽ തുറക്കുമ്പോ ബിസ്മി ചൊല്ലി, വാതിൽ അടയ്ക്കുമ്പോഴും ബിസ്മി. എത്ര ബിസ്മിയായി? വീട്ടിലേക്ക് കയറി വരുമ്പോൾ സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഖാല ശകാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖറ വളിഖൽ മഈഷ. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഇത് മതി. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ അല്ലാഹുവിന്റെ ഹബീബ് സഹൽ റളിയല്ലാഹു അൻഹുവിന് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കണ്ടു നിന്ന സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു സ്വഹാബി കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, വല്ലാത്ത സങ്കടത്തിലാ നബിയേ. ഞാൻ അങ്ങയോട് പറയട്ടെ, ഒരു പരിഹാരം വേണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ദഖൽതൽ ബൈത ഫസല്ലി മിൻ കാന ഫീഹി അഹദ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഡോറ് തുറക്കേണ്ടത് ബിസ്മി ചൊല്ലി, ഡോർ അടയ്ക്കേണ്ടത് ബിസ്മി ചൊല്ലി. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീട്ടുകാരെ കാണുമ്പോൾ സലാം പറയണേ. ഖാല റസൂലുള്ളാഹി. ഇനി ആരും നമ്മുടെ വീട്ടിലില്ല, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആരുമില്ലാത്തോടത്തും സലാം പറയണമെന്ന് മുത്തുനബി. ആരുമില്ലാത്തോടത്ത് എങ്ങനെയാ സലാം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. മസ്റ്റാണ്. വീട്ടിലേക്ക് ചെന്നാൽ സലാം വേണം, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആളുണ്ടെങ്കിൽ എങ്ങനെയാ? അസ്സലാമു അലൈക്കും. ആളില്ലെങ്കിലോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് പറഞ്ഞിട്ടാണെങ്കിൽ സ്വന്തം നഫ്സിനോട് സലാം പറയില്ല. എന്നിട്ട് വീട്ടിലേക്ക് കയറണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ ആളുണ്ടെങ്കിൽ സലാം പറയണം, ആളില്ലെങ്കിൽ സലാം സ്വന്തം നഫ്സിനോട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്രയും പറഞ്ഞ വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് മുത്തുനബി പറയുകയാ, ഒരു വട്ടം ഓതണം ഈ ചെറിയ സൂറത്ത്.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു വട്ടം ചൊല്ലിയിട്ട് അകത്തേക്ക് കയറിക്കോ. ففعل الرجل فأراد الله عليه رزقا. സ്വഹാബി ശീലമാക്കി, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുത്തു. മാത്രവുമല്ല, ആ വിഷമങ്ങൾ മാറുന്ന കൂട്ടത്തിൽ തന്നെ ഹത്താ അഫാല അലൈഹി ജീറാനുഹു, അയൽവക്കത്തും അതിന്റെ ബറക്കത്ത് എത്തി എന്ന് മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം സൂറത്തുൽ ഇഖ്ലാസിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കു തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടത് നീ കബൂലാക്കണേ അല്ലാ. അനുഗ്രഹീതമായ മജ്ലിസ് സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് ഇരുമലപ്പടിയിൽ വെച്ച് കഴിഞ്ഞ 5-8 ദിവസം മുന്നേ ആക്സിഡന്റ് പറ്റിയ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ വളരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള, ഇതുവരെ ഒരു ചലനമോ ഒരു അനക്കമോ ഉണ്ടായിട്ടില്ല സോഫിയ എന്ന സഹോദരി, ആഫിയത്ത് കൊടുക്കണേയുള്ള. ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ലക്ഷക്കണക്കിന് അസ്വലാത്തുന്നാരിയത ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പെടുത്തവരുമുണ്ട്. അള്ളാഹുവെ, ഒരുപാട് പള്ളികളിൽ വെള്ളിയാഴ്ചയിൽ ദുആകൾ നടന്നിട്ടുണ്ട്. ആ സഹോദരിയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണേ എന്ന് പ്രത്യേകം വസിയത്ത് ഏൽപ്പിച്ചതാ. അള്ളാഹുവെ, നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം എത്തിക്കണേ അല്ലാ. ചികിത്സ 10 ലക്ഷത്തിൽ അപ്പുറം വരുന്നതായ പൈസ ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞു. അതിലേക്ക് സഹായിച്ചവർ, സഹായിക്കുന്നവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, ആ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹുവെ നിർലോഭം അതിലേക്ക് പങ്കാളികളാകുന്നവർ എല്ലാവർക്കും ഖൈർ കൊടുക്കുക അല്ലാ, ബറക്കത്ത് കൊടുക്കുക അല്ലാ. അത്തരത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവെ, സമ്പത്തും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ ഞങ്ങൾ ആരും പെടല്ലേ അല്ലാ. അല്ലാഹുവെ, ഗാസയിലെ മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാ. ഫലസ്തീനികൾക്ക് ആശ്വാസം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബി, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാ. മരണപ്പെട്ടവർക്ക് നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുക അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.